ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ്. എങ്ങനെയാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയത്, അതായത് കുട്ടീനെ വേദനിപ്പിക്കാതെ അധികം കരച്ചിലൊന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഞാൻ ചെയ്ത വഴി നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ നിന്ന് തന്നെയാണ് കേട്ടോ അത് കണ്ടിട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്കത് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 വയസ്സായി, ഓൾറെഡി 2 വയസ്സായിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ നമ്മൾ പിന്നെ കയ്പുള്ള ഐറ്റംസ് ഇല്ലേ, കഴിക്കണ ആര്യവേപ്പിൻ്റെ ഇല, ചെന്നിനായകം, അങ്ങനത്തെ ഐറ്റംസൊക്കെ തേച്ച് നോക്കി. പക്ഷെ ആൾ ഓൾറെഡി മധുരമില്ലാത്ത സാധനങ്ങളോട് ഇഷ്ടമുള്ള കാരണം കൊണ്ട് കയ്പൊന്നും ഒരു വിഷയമേ അല്ല. അപ്പോൾ ആദ്യത്തെ ഒരു 2 ദിവസം മാത്രമാണ് ചെന്നിനായകമൊക്കെ വെച്ച് തേച്ച് റെഡി ആയപ്പോൾ ഉണ്ടാകുന്നത്. പക്ഷെ പിന്നീട് അതൊന്നും ഒരു വിഷയമല്ല, ചെന്നിനായകം തേച്ചാലും പാല് കുടിക്കും. അപ്പോൾ അങ്ങനത്തെയും കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് എളുപ്പമല്ലല്ലോ. പിന്നെ ആൾ ഫുഡ് കഴിക്കുന്നില്ല തീരെ, പാല് മാത്രം. ഓടിച്ചാടി കളിക്കുന്ന സമയമായി കഴിഞ്ഞാൽ പിന്നെ അവരെ നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പാല് കൂടി നിർത്താനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എന്ത് ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടാണ്. അപ്പം ഞാൻ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സൗണ്ടിൻ്റെ ഇതുണ്ട് കേട്ടോ. ഞാൻ മൈക്ക് ഓൾറെഡി എടുക്കാൻ മറന്നു. പിന്നെ അത് കടയിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി വണ്ടികൾ പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു റഷ് ഉണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് പിന്നെ കരച്ചിൽ കാരണം ഭയങ്കര വിഷമം വരുമല്ലോ അത് നിർത്താന്ന് പറയണത്. അപ്പോൾ ആ കരച്ചിൽ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. നമുക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ്. എളുപ്പമായിട്ടുള്ള ടിപ്പാണ് കേട്ടോ, സിമ്പിളാണ്, അതിന് ചിലവൊന്നും ഇല്ലാത്ത ടിപ്പാണ്. അപ്പോൾ അത് ഈ സംഭവം കണ്ടില്ലേ, ഡബിൾ സൈഡ് ടാപ്പ്, അതാണ് സാധനം. അല്ലാന്നുണ്ടെങ്കിൽ സെല്ലോ ടാപ്പ് എടുത്താലും മതി. അപ്പോൾ ഈ സാധനം എടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം അങ്ങോട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ 2 വയസ്സായ കുട്ടിയുടെ കാര്യമാണ് കേട്ടോ പറയണത്. അവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും കൂടി വേണം. ആ ഒരു പ്രായത്തെ കുട്ടികളുടെ കഥയാണ് കേട്ടോ പറയുന്നത്, അല്ല കാര്യമാണ് പറയുന്നത്. നമ്മൾ ഈ ടാപ്പ് എടുത്തിട്ട് ചെറിയ കഷ്ണമാക്കിയിട്ട് നമ്മുടെ കയ്യിൻ്റെ ഇവിടെയോ എവിടെയെങ്കിലും കാണുന്ന സ്ഥലത്ത്, കയ്യോ കാലോ എവിടെയെങ്കിലും വേണ്ടിയില്ല, ഇങ്ങനെ ഒരു സ്ഥലത്തൊന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, ഇതെന്താണ് ചോദിക്കുമ്പോൾ മുറിവാണ്, വാവുകയാണ്, അവരുടെ ഭാഷയിൽ എന്താ വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ മുന്നേ തന്നെ ഈ സംഭവം ചെയ്തിടുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ഞി മേടിച്ചിട്ട് ഒരു സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു തുണി കഷ്ണം വെച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വാവുകയാണ്, മുറിയാണെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ മുറിവാണ്, അപ്പോൾ തൊടുമ്പോൾ വേദനയുണ്ട്, വേദനയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കി കൊടുക്കുക. പിന്നെ ഇനി പിറ്റേ ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഇത് പറിച്ചിട്ട് വേറെ എടുത്തിട്ട് ഇങ്ങനെ നെറ്റിയുടെ മുകളിലോ എവിടെയെല്ലാം കൊട്ടിക്കുക. എന്നിട്ട് വേദനയാണ്, വാവുകയാണ്, മുറിയാണ്, അങ്ങനെയൊക്കെ ഒരു 2-3 ദിവസം അവരുടെ മനസ്സിലേക്ക് അത്, അമ്മയ്ക്കത് വേദനയാണ്, മുറിവാണ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിക്കുക. അതിന് ശേഷം പിന്നെ നമ്മളിത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് അവർക്ക് പാല് കൊടുക്കുന്ന സമയത്ത് അത് കാണിക്കുമ്പോൾ മുറിവാണ്, തൊടുമ്പോൾ വേദനിക്കും, അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ മനസ്സിലേക്ക് ഓൾറെഡി അത് മുറിവ്, തൊടുമ്പോൾ വേദനിക്കും എന്നുള്ളൊരു എത്തും. അപ്പം അതെയോ എന്നാൽ വേണ്ട, അങ്ങനത്തെ ഒരു ഇതിലേക്കായിട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മളിത് കുറച്ച് കൊണ്ടുവന്നത്. രാത്രിയിലൊക്കെ ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലാണ്ടാക്കിയത് കേട്ടോ. അതാണ് ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വലിയ ചിലവില്ലാത്ത സംഭവമാണല്ലോ, ഇത് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ അവർക്ക് പാല് കൊടുക്കുന്ന സമയത്ത് അവരിത് കാണുമ്പോൾ വാവുകയാണ് എന്നുള്ള ഒരു സംഭവം വരും. അതാണ് ഇത്. പക്ഷെ എനിക്കത് യൂസ്ഫുള്ളായിരുന്നു കേട്ടോ ഈ ടിപ്പ്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഈ ടിപ്പ് അറിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ. എനിക്കത് ഫലം കണ്ട ടിപ്പാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.